നമ്മളിപ്പോൾ കറന്റ് MSIT യൂണിവേഴ്സിറ്റിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ പുറത്തൊക്കെ നോക്കി നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വരുന്നൊരു സെയിം ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെയും വരുന്നത്. നമ്മളിപ്പോൾ ഇപ്പോൾ റഷ്യ അങ്ങനത്തെ കൺട്രീസൊക്കെ ആണെങ്കിൽ ഭയങ്കര വിൻ്റർ പോലത്തെ ക്ലൈമറ്റ്സും കാര്യങ്ങളും ഒക്കെയാണ്. ഇത് നമ്മുടെ നാട് പോലെ തന്നെയാണ്. നോർമൽ ക്ലോത്തിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് എല്ലാവരും വെയർ ചെയ്തിരിക്കുന്നത്. നോർമൽ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തന്നെ വാഹനങ്ങളും കാര്യങ്ങളുമാണ്. നമുക്ക് ഇന്നലെ സ്നോ ഉണ്ടായിരുന്നു ഇവിടെ. ബട്ട് നമ്മൾ ഇന്ന് മോർണിംഗ് എണീറ്റ് നോക്കുകയാണെങ്കിൽ ഇതൊരു നോർമൽ ക്ലൈമറ്റും ടെമ്പറേച്ചറും ആയിട്ട് ആണ്. ഇപ്പോൾ റഷ്യയൊക്കെ ആണെങ്കിൽ സ്നോ ഒക്കെ വീണ് കിടന്ന് കുറേ നേരം അവിടെ വീഴുന്ന രീതിയിലായിരിക്കും സ്നോ ഒക്കെ വരുന്നത്. ബട്ട് ഇവിടെയാണെങ്കിൽ നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് നെക്സ്റ്റ് സൺഡേ മോർണിംഗിൽ ഇത് നമ്മുടെ സെക്യൂരിറ്റിയാണ്. ഇവിടെ നമ്മൾ സെക്യൂരിറ്റിയാണ് വരുന്നത്. നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലോട്ട് പോവുകയാണ്. MSIT യൂണിവേഴ്സിറ്റിയുടെ അഡ്മിനിസ്ട്രേഷൻ ബിൽഡിംഗ് വരുന്നത് ഫ്രണ്ടിൽ കാണുന്ന ബിൽഡിംഗ്. ഇവിടെയാണ് നമ്മുടെ അഡ്മിഷൻസും കാര്യങ്ങളും പ്രോസസ്സിങ്ങും കാര്യങ്ങളെല്ലാം എടുക്കുന്ന സ്ഥലം ഇവിടെയാണ്. കുട്ടികളുടെ ഡോക്യുമെന്റേഷൻ കാര്യങ്ങളെല്ലാം നടക്കുന്നൊരു ബിൽഡിംഗ്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിലോട്ട് പോയി. ഈ റൈറ്റ് സൈഡ് കാണുന്നതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി വരുന്നത്. ലെഫ്റ്റ് സൈഡ് നമുക്കൊരു പാർക്ക് വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡ് നമ്മുടെ ബാസ്കറ്റ്ബോൾ കോർട്ടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവർക്ക് ഇവിടെ ഈവനിങ് ടൈമിലൊക്കെ വന്ന് കളിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. പിന്നെ റൈറ്റ് സൈഡിൽ നമുക്കൊരു എൻവിറോൺമെൻറ്റ് കാണുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ നാട് പോലെ തന്നെയാണ്. സ്റ്റുഡൻസ് എല്ലാം അവരെ ക്ലാസ് കഴിഞ്ഞ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിലോട്ട് പോകാൻ ഇവിടെ കുറച്ച് ക്ലാസ്സുകളേ ഉള്ളൂ. ഫസ്റ്റ് ഇയർ ഒക്കെയുള്ള ക്ലാസ്സുകളാണുള്ളത്. റൈറ്റ് സൈഡ് കാണുന്ന അവരെ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെയാണ്. നെക്സ്റ്റ് വരുന്നത് ഇവിടെ തന്നെ ഒരു ഹോസ്പിറ്റൽ ബിൽഡിംഗ് ആണ് വരുന്നത്. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് ഇന്ത്യൻ ഹോസ്പിറ്റൽ വരുന്നത്. ഇന്ത്യൻ ഹോസ്പിറ്റലാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ക്ലിനിക്സും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ MSIT ഏറ്റവും അഡ്വാൻറ്റേജബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇത് അവരുടെ ഓൺ ഹോസ്പിറ്റലാണ്. ഇതൊരു ചെറിയ ഹോസ്പിറ്റലാണ് വരുന്നത്. ഇവിടെ ഉള്ള കുറച്ച് പേഷ്യൻസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ബാക്കിയെല്ലാം വരുന്നത് നെക്സ്റ്റ് ഹോസ്പിറ്റൽസിലാണ്. ഇവിടുത്തെ എന്തായാലും ഒരു കാർ പാർക്ക് ചെയ്തിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റി ഉള്ളിലോട്ട് നമുക്ക് പോയി. ഓക്കെ, നമുക്കിപ്പോൾ കാറൊന്നും ഇവിടെ പാർക്ക് ചെയ്യാം. എന്തുകൊണ്ടാണ് കുട്ടികൾ തജിക്കിസ്ഥാൻ ചൂസ് ചെയ്യുന്നു എന്നുള്ള മെയിൻ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ സ്നോ ഉണ്ടാവും, വിന്ററിൽ സ്നോ ഉണ്ട്. പക്ഷെ നമ്മൾ വേറെയുള്ള കോൾഡ് കൺട്രീസ് ഒക്കെ പോലെ ഇവിടെ സ്നോ ഒത്തിരി ദിവസം നമുക്കിങ്ങനെ ബൾക്കായിട്ട് കെട്ടി നിൽക്കുകയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്റ്റഡീസ് അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ തജിക്കിസ്ഥാൻ ചൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കറന്റ് പോകാൻ പോകുന്നത് ഇന്ത്യൻ ഹോസ്പിറ്റലിലോട്ടാണ്. ഈ കാണുന്നതാണ് ഇന്ത്യൻ ഹോസ്പിറ്റൽ. തജിക്കിസ്ഥാനിൽ മാത്രമായിട്ട് വരുന്നൊരു MSIT യൂണിവേഴ്സിറ്റിയിൽ മാത്രം വരുന്നൊരു സ്പെഷ്യാലിറ്റിയാണ് ഇന്ത്യൻ ഹോസ്പിറ്റൽ ക്യാമ്പസിനുള്ളിൽ തന്നെ ഉള്ളത്. നമ്മളിപ്പോൾ ഹോസ്പിറ്റൽസ് ക്ലിനിക്സൊക്കെ പല കോളേജസിനും ഉണ്ടെന്ന് പറയും. അത് പുറമേ ഉള്ള ക്ലിനിക്സ് ആയിരിക്കും. അവിടെ 1-2 ദിവസം കുട്ടികളെ വെറുതെ കൊണ്ടുപോകുന്ന ഒരു രീതിയിലുള്ള ക്ലിനിക്സ് ആയിരിക്കും. ഇത് അങ്ങനത്തെ ക്ലിനിക്കല്ല. ഇത് ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബാക്കാണ്. ആ ബാക്കിൽ നിന്ന് വരുമ്പോൾ നമ്മൾ മെയിൻലി വരുന്ന ഒരു ഹോസ്പിറ്റൽ ഇതാണ്. ഈ 9 സ്റ്റോർഡ് ഹോസ്പിറ്റലായി വരുന്നത്. ഇവിടെ കൂടുതലും വരുന്നത് പേഷ്യൻസ് വരുന്നത് നല്ല ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ്. ഇന്ത്യൻ ഹോസ്പിറ്റലാണ്, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഹോസ്പിറ്റലിൽ കൂടുതൽ പേഷ്യൻസ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഉള്ളിലോട്ട് പോയി ഇവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളും നമുക്ക് അറിയാം. ഓക്കെ, നമ്മുടെ യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസേഷൻസ് എല്ലാം ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. WHO ആവട്ടെ, NMC ആവട്ടെ, അക്രഡിറ്റഡ് ആണ്. ഇവിടെ വരുന്നത് ഇതൊരു ഫ്രണ്ട് ഹാളാണ് വരുന്നത്. നമുക്ക് മുകളിലോട്ട് പോയിട്ട് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് എൻ്റർ ചെയ്യും. ഈ ഒരു ഹോസ്പിറ്റലിലുള്ളതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ക്ലിനിക്സ്, ഇന്ത്യൻ ഡോക്ടേഴ്സിൻ്റെ ക്ലിനിക്സ് കിട്ടാൻ ഏറ്റവും കൂടുതൽ ചാൻസും ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആവുന്നത് ഇന്ത്യൻ സ്റ്റുഡൻസാണ്.